എങ്ങനെ സംഭവിച്ചു എന്നും ഇതിന്റെ പിന്നിലെ ദുരൂഹത എന്താണെന്ന് പോലീസ് കണ്ടെത്തട്ടെ. പോലീസിന്റെ റിപ്പോർട്ട് വരട്ടെ. പോലീസിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം. ഇവിടെ നിരവധി സംഭവങ്ങൾ കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുണ്ട്. നിരവധി സംഭവങ്ങൾ. അത് ഒന്നും തന്നെ പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്യാൻ പലരും തയ്യാറായിരുന്നില്ല. ഇവിടെ ഇപ്പം കൊലപാതകത്തിൽ PhD നേടിയ വ്യക്തിയാണ് മറുഭാഗത്ത് ചർച്ചയിൽ പങ്കെടുക്കുന്ന കെ സുധാകരൻ. നാൽപ്പാടി വാസുവിനെ വെടിവെച്ചു കൊന്ന, അതുപോലെ തന്നെ സേവതി ഹോട്ടലിൽ ബോംബെറിഞ്ഞ് നാണുവിനെ ബോംബെറിഞ്ഞു കൊന്ന, കണ്ണൂർ ജില്ലയിൽ നിരവധി കൊലപാതക രാഷ്ട്രീയത്തിന് ആസൂത്രണം നൽകിയ സുധാകരന്റെ പ്രസംഗത്തെ അത്ര ഗൗരവമായൊന്നും ഞങ്ങൾ കാണുന്നില്ല. അക്രമ രാഷ്ട്രീയം കണ്ണൂരിൽ പഠിപ്പിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. ബോംബ് രാഷ്ട്രീയം ആര് കൊണ്ടുവന്നു സുധാകരൻ തന്നെ അറിയാം. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ DCC സെക്രട്ടറിയാണ് പരസ്യമായി പറഞ്ഞത്, ഞങ്ങൾക്ക് 3 ടൈപ്പ് ബോംബ് ഉണ്ടാക്കാൻ അറിയാം. ഒന്ന് ഒരാളെ കൊല്ലുന്നത്, ഒന്ന് ഭയപ്പെടുത്തുന്നത്, ഒന്ന് വേറെ രീതിയിൽ ചെറിയ പരിക്കേൽക്കുന്നത്. ഇത് പറഞ്ഞ പാർട്ടിയുടെ നേതാവാണ് സുധാകരൻ. BJP വിട്ടുവന്നതിന്റെ പേരിൽ OK വാസു മാസ്റ്ററെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? BJP വിട്ടതിന്റെ പേരിൽ അശോകനെയും കുടുംബത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ? RSS വിട്ടുവന്ന പ്രചാരകൻ മിന്നി സുധീഷിനെ പരസ്യമായി കൊലപ്പെടുത്തുമെന്ന് അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ച് ഇവർ പ്രസംഗിച്ചിരിക്കുകയല്ലേ? അത് മാത്രമാണോ? പ്രേമൻ കൊല്ലപ്പെട്ടില്ലേ? സരോജിനി അമ്മ കൊല്ലപ്പെട്ടില്ലേ? അതുപോലെ തന്നെ സഖാവ് പള്ളിച്ചാൽ വിനോദൻ കൊല്ലപ്പെട്ടില്ലേ? നിരവധി പ്രവർത്തകന്മാരുടെ കൈകാലുകൾ വെട്ടിമാറ്റിയില്ലേ? ഇനി ചരിത്രം സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. അത്തിയാറക്കാവിൽ ബോംബുണ്ടാക്കിയത് ആരാ? വെള്ളാറവള്ളിയിൽ ബോംബുണ്ടാക്കിയ സുരേന്ദ്രൻ കൊല്ലപ്പെട്ടത് എങ്ങനെയാ? പൊയിലൂരിലെ സുരേന്ദ്രനും അശ്വിനും എങ്ങനെ കൊല്ലപ്പെട്ടത്? കൊങ്കച്ചിയിലെ പ്രശാന്തൻ എങ്ങനെ കൊല്ലപ്പെട്ടത്? വള്ളിയിലെ രാജേഷ് എങ്ങനെ കൊല്ലപ്പെട്ടത്? അതുകൊണ്ട് ചരിത്രം തേടി പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യം പറയേണ്ടി വരും. എനിക്ക് നികേഷ് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, വളരെ വിനയത്തോടെ പറയുന്നത്. ഈ RSSന്റെ ഈ മറ്റു ജില്ലകളിൽ നിന്ന് വന്നിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് ഈ കുഴപ്പത്തിന്റെ സകലവും കാരണക്കാർ. സമ്പർക്ക പ്രമുഖെന്ന് പറഞ്ഞ് കുറെ ആളുകൾ അങ്ങും ഇങ്ങും വരും. അവരാർക്കും തിരിയില്ല. RSSന്റെ നേതാക്കന്മാർ ആർക്കും അറിയാം? എനക്കാരും അറിയില്ല കേട്ടോ. ഇവരാണ് പല ഗ്രാമങ്ങളിലും പോയി കുഴപ്പം സൃഷ്ടിക്കുന്നത്. അവരാണ് സംഘർഷത്തിന്റെ കാരണക്കാർ. RSS ഈ പറയുന്ന ഈ സംഘടനാ രീതി, സമ്പർക്ക പ്രമുഖെന്നും പ്രാന്തപ്രചാരകെന്നും പറഞ്ഞ് മറ്റു ജില്ലയിൽ നിന്ന് കുറെ ക്രിമിനൽ സംഘത്തെ ഇങ്ങ് അയക്കുന്ന രീതി RSS അവസാനിപ്പിച്ചാൽ ആ നിമിഷം കണ്ണൂരിലും കേരളത്തിലും സമാധാനം ഉണ്ടാകും. എനിക്കുറപ്പ്. സണ്ണി വക്കീലെ നിങ്ങളുടെ കാഞ്ഞിലേരി സത്യന്റെയും അതുപോലെ തന്നെ ചോയൻ രാജീവിന്റെയും ആത്മാവ് വേട്ടയാടും. മറന്നുപോകരുത്, കാഞ്ഞിലേരി സത്യനെയും ചോയൻ രാജീവനെയും കൊന്നത് RSS. അഷ്ന എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പോഴും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുകയാണ്. അതൊന്ന് ഓർക്കണം സണ്ണി വക്കീല്. പിന്നെ സണ്ണി വക്കീല് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിമുഷ്ടി ജയിച്ചത് RSSന്റെ വോട്ട് കൊണ്ടാണ്. അതിന് പ്രത്യുപകാരമായിട്ടാണ് ഇപ്പോ RSSനെ വെള്ളപൂശാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാരാണ്? ഞാൻ പറഞ്ഞല്ലോ, ചരിത്രം അന്വേഷിക്കൂ. രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ചരിത്രം പഠിക്കട്ടെ. സണ്ണി വക്കീലിന്റെ പാർട്ടിയല്ലേ ഈ ജില്ലക്കകത്ത് കൊലപാതക രാഷ്ട്രീയം തുടങ്ങിയത്? എത്ര ആളുകളെ കൊന്നു?